നിങ്ങൾക്ക് നിത്യപ്രത്യാശ നൽകുന്ന ദാനത്തിൽ സന്തോഷിക്കുക. ഒരിക്കൽ കൂടി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കാം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. നമുക്കിപ്പോൾ ഈ വാഗ്ദാനത്തെക്കുറിച്ച് ചിന്തിക്കാം. ദൈവത്തിന്റെ ദാനം ഉദ്ദേശ്യപൂർണമായിരുന്നു. അവന്റെ ദാനത്തിലൂടെ രക്ഷ വന്നു. നിത്യജീവൻ അർപ്പിക്കപ്പെട്ടു. ശിക്ഷാവിധി പ്രത്യാശയാൽ മാറ്റിസ്ഥാപിക്കപ്പെട്ടു. ന്യായവിധി കൃപയാൽ മാറ്റിസ്ഥാപിക്കപ്പെട്ടു. ദൈവരാജ്യത്തിൽ നൽകുന്നത് ജീവൻ ഉളവാക്കുന്നു. ദൈവം നൽകുമ്പോൾ രൂപാന്തരം സംഭവിക്കുന്നു. നാം നൽകുമ്പോൾ പ്രോത്സാഹനമോ പിന്തുണയോ വിഭവങ്ങളോ ആകട്ടെ, ജീവിതങ്ങൾ മാറാം. നമ്മുടെ ഔദാര്യം ആരുടെയെങ്കിലും ഇരുട്ടിൽ പ്രത്യാശയുടെ ഉപകരണമായി മാറും. ഇത് കൂടുതൽ വ്യക്തമാക്കുന്നതിന് ഈ ചിത്രം പരിഗണിക്കുക. മുങ്ങിമരിക്കുന്ന ഒരാൾക്ക് ഉപദേശം ആവശ്യമില്ല. അയാൾക്ക് ഒരു ലൈഫ് ലൈൻ ആവശ്യമാണ്. ആരെങ്കിലും ആ ലൈഫ് ലൈൻ എറിയുമ്പോൾ അത് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള വ്യത്യാസമായി മാറുന്നു. യേശു മനുഷ്യവർഗത്തിനായുള്ള ദൈവത്തിന്റെ ലൈഫ് ലൈനാണ്. എന്റെ ദാനം മറ്റുള്ളവർക്ക് ജീവനും പ്രത്യാശയും നൽകുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിലൂടെയുള്ള നിത്യജീവന്റെ ദാനത്തിന് നന്ദി. ഇന്ന് എന്റെ ദാനം ആർക്കെങ്കിലും പ്രത്യാശയുടെ ഒരു ചാലകമാകട്ടെ. മറ്റുള്ളവർക്ക് പ്രോത്സാഹനവും രക്ഷയും നൽകുന്നതിന് എന്നെ അങ്ങയുടെ ഉപകരണമായി ഉപയോഗിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.